അതൊക്കെ ചെയ്ത് പോവായിരുന്നെങ്കിൽ ഞാൻ പോട്ടെന്ന് വെച്ചത്. ഇത് ഞാൻ മനസ്സാ വാച അറിയാത്ത ഒരു കാര്യത്തിലാണ്. എന്താണ് വിഷയം? ഞാൻ അത്ര ഇത് ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ എനിക്കൊരു മെസ്സേജ് വന്നു, നമ്മുടെ പാനും ആധാറും കൂടെ എന്തോ സിബില് ചെക്ക് ചെയ്യാനോ അപ്പൊ എന്തോ ഓഫർ ഉണ്ടോ, കറക്റ്റ് സിബിൽ റിപ്പോർട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പൊ ഞാൻ എന്റെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് ആദ്യം ഒരു 1400 രൂപ വന്നു. 1400 രൂപ വന്നപ്പോ ഞാൻ ഓർത്തിട്ട് എന്താണ്, അപ്പൊ ഞാൻ ഓർത്ത് ഈ ബാങ്കിൽ ചാർജ് പിടിച്ചിട്ട് സർചാർജ് തിരിച്ചു കയറുമല്ലോ, അതായിരിക്കും. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒരു 7 ദിവസം കഴിഞ്ഞപ്പം എന്റെ ഫോണിലോട്ട് തുരുതുരാ കോഡ്, ഇപ്പൊ 5000 അടയ്ക്കണം, ഇപ്പൊ 6000 അടയ്ക്കണം, അങ്ങനെ പറഞ്ഞപ്പോ നമ്മള് ലോൺ എടുത്താന്നും പറഞ്ഞ ഈ കുറെ ഹിന്ദിക്കാര് വിഷയം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഞാൻ ലോൺ എടുത്തിട്ടില്ല. അപ്പൊ അവര് എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ച് എനിക്ക് ഈ പൈസ ഇത് ലോണിന്റെ ആണ്. നമ്മള് പറയുന്നുണ്ട് ഞാൻ എടുത്തില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ കൊടുത്തു. ആദ്യം ഒരു 5000 രൂപ കൊടുത്തു. ആ 5000 കഴിഞ്ഞ പിന്നെ എമൗണ്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ കൂടി ഏകദേശം ലാസ്റ്റ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോ ഒരു 30 ലക്ഷം അല്ല, അതിൽ കൂടുതല്. കൊറേ ക്യാഷ്, പിന്നെ കൊറേ ഗോൾഡ് ഞാൻ വിറ്റു, അങ്ങനെയൊക്കെ. ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, അപ്പൊ നിങ്ങള് യാഥാർത്ഥ്യത്തിൽ അവർക്ക് പൈസ ഇതിനെ കൊടുത്തപ്പോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിട്ടില്ല, നിങ്ങളുടെ ഭാഗത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവര് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്റെ കോണ്ടാക്ട്സിലുള്ള എന്റെ ഫോട്ടോ, അതുപോലെ തന്നെ എന്റെ കൊളീഗ്സിന്റെ കൂടെ ഉള്ള ഫോട്ടോസ്, ഇതെല്ലാം കൂടെ മോർഫ് ചെയ്ത് ന്യൂഡ് ഫോട്ടോസ് ഒക്കെ ആക്കുക. എന്നിട്ട് ഇത് കോണ്ടാക്ട്സ് ഉള്ള എല്ലാവരും കൊടുക്കുക, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. കംപ്ലൈന്റ് ചെയ്ത ഞാൻ സൈബറിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് അവര് പറയുന്നത് ഒന്നും ചെയ്യാനില്ല, നമ്മൾ കൊടുക്കാതിരിക്കുക എന്നേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ, ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫാർമയുടെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഡോക്ടേഴ്സുമായിട്ട് കോണ്ടാക്ട്സ് ഉള്ളത്. ഈ ഡോക്ടേഴ്സിന് അടക്കം ഇതിങ്ങനെ ഇവർ അയക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോ നമ്മൾ ആ ഒരു ഇതിന്റെ കുറച്ചങ്ങ് കൊടുത്തതാണ്. Welcome to the new era of science and prediction. Beyond belief, scientifically aligned,